കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ഈശോ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു ഈശോ നാമത്തിൽ. അപ്പാ, സ്വർഗീയപ്പ, അങ്ങേ പുത്രൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളം കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്തിന് കാഴ്ച നൽകിയവനെ, ഈശോ ചെകിടിന് കേട് നൽകിയവനെ, ഈശോ ഊമന് സംഭാഷണത്തിൽ നൽകിയവനെ, കർത്താവെ മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ തലവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങനെ തിരുമുറുപാടുന്ന വലതുകരം അണിപ്പെടുതാറുന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വെക്കണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇപ്പോഴേ ഈശോ ചില സ്ഥലങ്ങളിലേക്ക് മുഴ പോലെ വന്ന് ക്യാൻസർ പോലെ നിൽക്കുന്ന സ്ഥലങ്ങളെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. മലദൂരത്ത് ക്യാൻസർ ഉള്ളവരെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഓരോ രോഗങ്ങൾ കർത്താവ് വളരെ സങ്കടപ്രദമായ അനുഭവങ്ങളുള്ളവരെ അങ്ങനെ സ്പർശിക്കണമേ ഈശോ. നടുവേദന സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു ഈശോയെ. മനുഷ്യന്മാരുടെ സങ്കടകരമായ രോഗാവസ്ഥകളെ, നമ്മുടെ രോഗങ്ങളാണ് വഹിച്ചത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്യുന്ന ചെയ്ത ദൈവവചനം അനുസരിച്ച് കർത്താവ് അനേകം മക്കളുടെ രോഗങ്ങൾ നീ ഓരോ ദിവസവും ഏറ്റെടുക്കുന്ന ഓർത്ത് നന്ദി പറയുന്ന ഈശോ. കക്ഷത്ത് കുരുക്കളും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരെ കർത്താവ് സുഖപ്പെടുന്നതിന് ഓർത്ത് നന്ദി പറയുന്ന ഈശോയെ. കൈകാലുകൾ കുഴഞ്ഞ് കർത്താവെ സ്വാധീനമില്ലാതിരിക്കുന്നവരെ അടിപ്പിണർ പോലെ കർത്താവെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി അവരൊക്കെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ ശക്തി പടരട്ടെ. നടുവേദനയുള്ളവർ കർത്താവെ, പിൻകഴുത്തിലും മുഴ പോലെ ഇരിക്കുന്നവർ കർത്താവിൻ്റെ തിരുമുറുപാട് വലത് കർത്താവ് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത സ്പർശിക്കണേ കർത്താവെ. മൊബിലിറ്റി ഇല്ലാത്തവർ, കൗണ്ട് ഇല്ലാത്തവർ കർത്താവെ, അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവർ ഈശോയെ അവരെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മക്കൾ ഈശോ നാമത്തെ ആശീർവദിക്കപ്പെടട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ആരാധനയിലൂടെ നാമത്തെ സ്വയം സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സ്വയം തുണയണേ, സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനായുഷ്യന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവ് ഫ്ലൈറ്റ് ഡിലേ ഉള്ളവരുണ്ട് ഈശോയെ, അതിന് ടിക്കറ്റ് കിട്ടാത്തവരുണ്ട് ഈശോയെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരിച്ചു വരാനോ തിരികെ പോകാനോ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ, നാട്ടിൽ വന്ന് അകപ്പെട്ടവരുണ്ട് ഈശോയെ, അവരെ സ്വർത്തയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. എന്ത് വിഷയമായാലും ഈശോയെ, അതിൻ്റെ മേലെല്ലാം ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിരിക്കുന്നു. സമസ്തവും കർത്താവെ യേശുക്രിസ്തുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു എന്നരുളി ചെയ്ത ദൈവജനം അനുസ്മരിച്ചുകൊണ്ട് അടിയാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ഉടമ്പടി ജീവിതത്തെ നയിച്ചുകൊണ്ട് ഉടമ്പടി പുതുക്കി
നമ്മൾ ഒരു സുവിശേഷ മുന്നേറ്റം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോന ജെയ്സൺ തൃശ്ശൂരിന്നൊരു മോളാണ്. അവർ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ്. ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ അൾത്താരയിലുണ്ടായിരുന്നു. ഞാൻ ചെന്ന് അവളെ ബ്ലെസ് ചെയ്ത്, കുഞ്ഞുങ്ങളെയും. എന്തിനാണ് ബ്ലെസ് ചെയ്തതെന്നറിയാമോ? അവൾ പറഞ്ഞത്, എനിക്ക് ഉടമ്പടിയിൽ ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലെന്ന്. ഉടമ്പടിയിൽ എനിക്കിനി പ്രത്യേകിച്ച് നേടാൻ ഒരു കാര്യവുമില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നത് മരണം വരെ ഈ ഉടമ്പടി പ്രകാരം കർത്താവിൻ്റെ കൂടെ ജീവിക്കാനാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം തുടരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം നിങ്ങളോർക്കും അത് വലിയ കാര്യം തന്നെയാണ്. ശേഷം ഉടമ്പടിയിൽ ഇനി സാധിക്കാൻ അവർക്ക് കാര്യങ്ങളൊന്നുമില്ല. 6 കാര്യവും സാധിച്ചു. പക്ഷെ ഞാൻ ഉടമ്പടി തുടരുകയാണ്. എന്താ? ഉടമ്പടി കാര്യങ്ങൾ സാധിക്കാനുള്ളതല്ല, മറിച്ച് കർത്താവിൻ്റെ കൂടെ ജീവിക്കാനുള്ളതാണെന്നുള്ള ബോധ്യം ദൈവം അവൾക്ക് കൊടുത്തു. കൈയടിച്ച് കർത്താവ് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാതാവ് എന്നെ ലൂർദിൽ കൊണ്ടുപോയിരിക്കുകയായിരുന്നു, ഫ്രാൻസിലെ. ഇപ്പം ലൂർദിൽ വെച്ച് 5 ദിവസത്തെ ഉടമ്പടി ധ്യാനമാണ്. നമ്മളിവിടെ ഒരു ദിവസത്തെ ധ്യാനമല്ല നടക്കുന്നത്. അവിടെ 7 രാജ്യങ്ങളിലുള്ള ആൾക്കാർ വന്നിട്ട് ഒരുമിച്ച് 5 ദിവസം ഞങ്ങളെല്ലാം ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ചുണ്ട് ഉറങ്ങി. അങ്ങനെ ഒരു കൂട്ടായ്മ ധ്യാനമാണ്. സിസ്റ്റർ ഷീല തോമസാണ് അത് ലീഡ് ചെയ്തത്, ഞങ്ങളെ സംഘടിപ്പിച്ചത്, എന്നെ വിളിച്ചതും ഈ ഉടമ്പടി ധ്യാനം നടത്താൻ വേണ്ടിയുള്ള ലൂർദിൽ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തന്നത്. അപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഗ്രോട്ടോയിൽ കുർബാന ചൊല്ലി, അവിടെ ജപമാല ചൊല്ലി, അതിൻ്റെ അരികിലാണ് ഈ ചാപ്പൽ നമ്മുടെ ധ്യാനം നടത്തിയത്. അത് വലിയൊരു അനുഭവമായിരുന്നു. കാര്യം പകലെല്ലാം ധ്യാനവും രാത്രി ലൂർദിൽ തീർത്ഥാടനവും, അവിടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും, പിന്നെ ലൂർദിലെ സ്നാനം, പിന്നെ കുരിശിൻ്റെ വഴി, പിന്നെ ജപമാല, തിരികെ ഏറ്റവും മനോഹരം തിരികെത്തിച്ചുള്ള രാത്രി പ്രയാണം 9 മണിക്ക്, എല്ലാ 9 മണിക്ക് രാത്രിയിലും. അന്ന് ധ്യാനം നടത്തിയപ്പോൾ അതാണ് ഞാൻ ചിരിക്കാൻ കാരണം. ഞാൻ ലൂർദിൽ കാലുകുത്തി വാ പൊളിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം പറഞ്ഞ വചനം എന്താണെന്നറിയാവോ? അത് ഇതാണ് ഈ പറഞ്ഞത്. അതായത് യോഹന്നാൻ 3:34. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 3:34. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല, ദൈവം അളന്നല്ല, ആത്മാവിനെ കൊടുക്കുന്നത്. അതാണ് വിഷയം. അപ്പം എപ്പോഴും നമുക്കൊരു അളവുണ്ട്, 6 കാര്യങ്ങളുടെ ഒരളവുണ്ട്. അതാണ് അവർ പറഞ്ഞത്. ഞാനിത് കൊണ്ട് സ്വര പറഞ്ഞില്ലേ, ഞാനിത് കൊണ്ട് അവസാനിപ്പിക്കും. എൻ്റെ 6 കാര്യങ്ങൾ നേടി, പക്ഷെ ഞാൻ
കർത്താവിനെ നേടാൻ വേണ്ടി ഉടമ്പടി ജീവിതം തുടരുകയാണ്. എന്താ കാര്യം? ആത്മാവിൻ്റെ കാര്യത്തിൽ ആറല്ല, അളവില്ല, അത് നീണ്ടുപോവുകയാണ്. അത് പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിലെയും കാഴ്ചപ്പാട് അത് തന്നെയാണ്. അതറിയണമെങ്കിൽ നമ്മൾ എസെക്കിയേൽ 49:4-5 വചനങ്ങൾ വായിക്കും. എസെക്കിയേൽ 49 അധ്യായം 4 വാക്യം തൊട്ട് 5 വാക്യം വരെ. ശ്രുതിയുടെ ഹല്ലേലൂയ. എസെക്കിയേൽ 47 അധ്യായം 4-5 തിരുവചനങ്ങൾ. പിന്നെയും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. പിന്നെയും അവൻ അളന്നുകൊണ്ടിരിക്കുക. എന്തിനാ? വെള്ളത്തിലൂടെ നയിക്കാൻ. വെള്ളം എന്താണ്? പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ദൈവം ഇങ്ങനെ ഓരോ കാലത്തിനൊപ്പം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. വായിച്ചോളൂ. അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു. വീണ്ടും അവൻ 1000 മുഴം അളന്ന്. മുട്ടോളം വെള്ളം ഉണ്ടാകുമ്പോൾ വീണ്ടും ദൈവം നമ്മളെ 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. എന്നെ പരിശുദ്ധാത്മാവിലൂടെ നയിച്ചു. അവിടെ അരക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്നു. എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത്. അതാണ് നമ്മൾ നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത വലിയ പെരുനദിയെ കുറിച്ച് ആ പാട്ട് പാടിക്കേ. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, നീന്തല്ലാതെ കടപ്പാവരുതേ. ഓ നീന്തല്ലാതെ കടപ്പാവരുതേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി അധികമായി അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, നീന്തിയിട്ടല്ലാതെ കടപ്പാവരുതേ. ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാവരുതേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മളെ വെച്ചിരിക്കുന്ന റേഞ്ച് നോക്കണം. ദീർഘദൂരമാണെങ്കിൽ അല്പം കൂടി ഡിഗ്രി. ഇപ്പോൾ നമ്മളെ വിമാനങ്ങളൊക്കെ പോകുമ്പോൾ അവർ അത് ഹ്രസ്വദൂരമാണെങ്കിൽ അവർ താഴ്ത്തി ആ ഒരു ഡിഗ്രി ഉണ്ടാക്കിയാണ് പറക്കുന്നത്. ദീർഘദൂരമാണെങ്കിൽ കുറച്ചുകൂടി ഉയർത്തിയാണ് ഡിഗ്രി വെക്കുമ്പോഴാണ് ദീർഘദൂരത്തിന് ലെവലെടുത്ത് പറക്കുന്നത്. ഇതുപോലെ നമ്മുടെ ഉടമ്പടിയിൽ നമുക്കൊരു ഡിഗ്രി ഒരു ലക്ഷ്യം ഉണ്ടാകണം. അത് നമ്മളുടെ വീട്, ജോലി, വിവാഹം. ഇപ്പം നിങ്ങൾക്കറിയാമോ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സോനയില്ലേ, സോനയുടെ ഹിസ്റ്ററി പഠിച്ചാൽ
നമ്മൾ ഞെട്ടിപ്പോവും. എന്താ പ്രശ്നം? സോന എങ്ങനെയാണ് ഉടമ്പടിയിലോട്ട് വരുന്നത്? ഉടമ്പടിയിലോട്ട് അവൾ വന്നതല്ല, അവളെ മാതാവ് കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് വന്നതാണ്. ചില സമയത്ത് ദുഃഖത്തിൻ്റെ ഒരു കാലം വന്നാലേ നമ്മൾക്ക് അനക്കം ഉണ്ടാകത്തില്ല. പിന്നെ മാതാവ് തന്നെ വന്ന് വലിച്ചുകൊണ്ട് പോകണം നമ്മളാണ്. അങ്ങനെ ഒരു കാലം ഓരോ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ കാലങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ റോമിലൊക്കെ ചെല്ലുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ റോമിൽ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫ്രാൻസിൽ നിന്ന് റോമിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വൃക്ഷങ്ങളെല്ലാം ഇങ്ങനെ മഞ്ഞ നിറമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും ഈ വൃക്ഷങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കും, എന്താ കാര്യം? അവിടുത്തെ പ്രകൃതിയെക്കുറിച്ച് പഠിക്കാൻ. അടുത്ത മാസം, ഈ മാസം അവസാനമാകുമ്പോൾ ഈ മഞ്ഞ നിറമായ വൃക്ഷങ്ങളെല്ലാം കൊഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ നഗ്നമായി നിൽക്കും. പിന്നെ മഞ്ഞുകാലമായി, നവംബറോടുകൂടി മഞ്ഞുകാലമായി. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുമൊക്കെ കാലഭേദങ്ങളുണ്ടാവും. ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങണം വേണം. അങ്ങനെ ഞാൻ ആ തൈലം പുരട്ടി എനിക്കതെല്ലാം മാറി. അങ്ങനെ ഇന്ന് എല്ലാവിധ അതുപോലെ എൻ്റെ സഹോദരൻ്റെ മകന് 4 വർഷമായി ഞങ്ങൾ വിവാഹം ആലോചിക്കുന്നു. എന്ത് ചെയ്താൽ ആകുന്നില്ല. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ പരിശ്രമിച്ചിട്ടും ആകുന്നില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി എടുത്തു. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോയി, അമ്മ ആ മകനൊരു മകളെ കൊടുക്കണം, ഒരു സാക്ഷിയാക്കി നിർത്തണം. ഞങ്ങളുടെ കഴിവിനും അപ്പുറമാണ്. അമ്മ അത് അവിടെ ചെന്ന് ഇടപെട്ട് നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 3 ദിവസം കഴിയുന്നതിന് മുമ്പേ ഒരു ആലോചന വരികയും അത് ഉറച്ച മട്ടിലേക്ക് ഇരിക്കുകയും ചെയ്തു. ഇനിയും 1000 അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ പോകുന്നത്. അമ്മയ്ക്കും തിരുകുമാറിനും കോടി നന്ദി പറയുന്നു. ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ. എന്തെല്ലാം എന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഇത് കേൾക്കുന്ന ആരും മക്കളെ ചൊല്ലിയും എന്തിനെ ചൊല്ലിയും ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ട. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈ മുറ്റത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ അമ്മ തീർച്ചയായും നമ്മുടെ കൂടെ പോരും. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തിലിരുന്ന സങ്കടത്തിലായിരുന്നു. ആകെ തകർന്ന അവസ്ഥയിൽ തന്നെയാണ് ഞാനിവിടെ വന്നത്. സീറോ ആയ മകളെ ഹീറോ ആക്കാൻ അമ്മയ്ക്കും തിരുകുമാറിനും മാത്രമേ സാധിക്കൂ. ഇനിയും ഒരു സാക്ഷിയായി ഇവിടെ കയറി വരുവാൻ എനിക്ക് ഇനിയും അനുഗ്രഹങ്ങൾ തരും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ പോകുന്നത്. എൻ്റെ പേര് മേഴ്സി വർഗീസ്, തൃശ്ശൂർ ജില്ലയിൽ കാതികുടത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 28/9/22 ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ ചേച്ചിയുടെ കാലുമ്പോൾ വെരിക്കോസ് വെയിൻ വഴി കടിച്ച് പൊട്ടി പഴുത്തത് വ്രണമായിരിക്കുകയായിരുന്നു. 4 മാസമായിട്ടും അത് ഉണക്കമുണ്ടായിരുന്നില്ല. ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടും അതൊരു കുറവുമില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞ് സമയമെടുക്കും ഉണങ്ങുവാനായിട്ടെന്ന്. ചേച്ചി ഇത് വിളിച്ച് പറഞ്ഞപ്പോൾ കാല് മുറിച്ച് കളയേണ്ട വരുമെന്നാണ് ചേച്ചിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. ഞാനത് പ്രകാരം പോയി ഉടമ്പടി തൈലം കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇത്തിരി തൈലം ചേച്ചിക്ക് കൊടുത്തിട്ട് വരികയും ഉപ്പും കൊടുത്തിട്ട് വന്നു. അത് ചേച്ചി എന്നും പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരാഴ്ച കൊണ്ട് പൂർണ്ണമായി ആ വ്രണം ഉണങ്ങി ശരിക്കും അത് നമ്മുടെ സാധാരണ കാല് പോയി. പിന്നെ എൻ്റെ മൂത്ത സഹോദരനായ വർഗീസിന് ലിവറിൽ വെള്ളം കെട്ടായി ഓപ്പറേഷൻ ചെയ്തു. ഡോക്ടർ 50% പോലും സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ പുറത്ത് കിടത്തിയപ്പോൾ പറഞ്ഞ് ചിലപ്പോൾ കോമ സ്റ്റേജിലൊക്കെ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് കിടത്തി ഞങ്ങളെ കാണിച്ചപ്പോൾ ഉടമ്പടി തൈലം പുരട്ടി നാവിലും ശരീരത്തും മൊത്തം പുരട്ടി പ്രാർത്ഥിച്ചു. പെട്ടെന്നാണ് ആൾക്ക് രോഗസൗഖ്യമുണ്ടായത്. ഇപ്പോൾ ആൾക്ക് ഒരു കുഴപ്പവുമില്ല. ഇച്ചിരി മദ്യപാനം കൂടുതലായിരുന്നു ആൾക്ക്. മക്കളില്ലാത്ത ദുഃഖം ആൾ മദ്യപാനത്തിലാണ് കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ പൂർണ്ണമായും മദ്യപാനം ഉപേക്ഷിച്ചു ആൾ. പിന്നെ എൻ്റെ മരുമകന് ഡിസ്ക് സംബന്ധമായ ഒരു ബൾജ് ആയിരുന്നു അവന്. എന്നിട്ട് അത് 3 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അവന് വേദന കുറഞ്ഞില്ല. പിന്നെ അവൻ ജർമ്മനിയിലാണ്. അവന് തൈലം ഞാൻ ഇത്തിരി കൊടുത്തഴിക്കുകയും അവൻ അവിടെ ഇരുന്ന് പുരട്ടി പ്രാർത്ഥിക്കുകയും
ഞാൻ എൻ്റെ തണ്ടലിന് പുരട്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവന് അത് സംബന്ധിച്ചുള്ള യാതൊരു വേദനകളും ഇപ്പോൾ അവനില്ല. യേശുവിനും മഹത്വം. പിന്നെ എൻ്റെ മകനായ നിതിന് വിദേശത്ത് പോവാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടിയിൽ അത് വെച്ചിരുന്നു. അവന് ജർമ്മനിയിലേക്കും മാൾട്ടയിലൊക്കെ പോകാൻ വേണ്ടി ഓരോ പേപ്പർ വർക്കുകൾ ചെയ്തെങ്കിലും അതെല്ലാം ക്യാൻസലായി പോയി. അവന് ദുബായിലേക്കാണ് മാതാവ് അവനെ ഇപ്പോൾ ജോലിക്ക് വിട്ടിരിക്കുന്നത്.